എല്ലാവർക്കും നമസ്കാരം. സ്ട്രെസ്സും നമ്മുടെ ശരീരഭാരവും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ശരിക്കും കൗതുകകരമായ ഒരു വിഷയമാണിത്. എന്തുകൊണ്ടാണ് ടെൻഷൻ കൂടുമ്പോൾ ചിലർ തടി വയ്ക്കുന്നത്, എന്നാൽ മറ്റു ചിലർ മെലിഞ്ഞു പോകുന്നത്? നമുക്കിതിൻ്റെ പിന്നിലെ ശാസ്ത്രം എന്താണെന്ന് നോക്കാം. അതെ, ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. ഒരുപക്ഷെ നിങ്ങൾക്കിത് സ്വന്തം ജീവിതത്തിൽ തന്നെ തോന്നിയിട്ടുണ്ടാകും, അല്ലേ? ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഒന്നും കഴിക്കാൻ തോന്നില്ല. പക്ഷേ ഓഫീസിലെ ടെൻഷൻ കാരണം നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് ഭക്ഷണം കഴിച്ചു പോകും. ഈ ഒരു വിചിത്രമായ പ്രതിഭാസത്തിന് പിന്നിലെ കാരണം എന്താണെന്നാണ് നമ്മൾ ഇന്ന് കണ്ടെത്താൻ പോകുന്നത്. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ കഥയിലെ പ്രധാന കഥാപാത്രത്തെ ആദ്യം തന്നെ പരിചയപ്പെടാം. പേര് കോർട്ടിസോൾ. നമ്മൾ സ്ട്രെസ്സിലാകുമ്പോൾ ശരീരം പുറത്തുവിടുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശവാഹകനാണ് ഈ ഹോർമോൺ. സത്യം പറഞ്ഞാൽ കോർട്ടിസോൾ നമ്മുടെ ശരീരത്തിലെ ഒരു അലാറം സിസ്റ്റം പോലെയാണ്. പെട്ടെന്നൊരു അപകടം വന്നാൽ, അതായത് ഒന്നുകിൽ പ്രതികരിക്കുക അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക എന്ന ആ ഒരു അവസ്ഥയിലെ അതിനുവേണ്ട ഊർജം നൽകി നമ്മളെ സഹായിക്കുന്നത് കോർട്ടിസോളാണ്. ചുരുങ്ങിയ സമയത്തേക്ക് ഇത് വളരെ അത്യാവശ്യമായ ഒന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പുറത്തു വരുന്നത്? വളരെ സിമ്പിളാണ്. നമ്മുടെ തലച്ചോർ ഒരു സ്ട്രെസ് തിരിച്ചറിയുന്നു. ഉടൻ തന്നെ ഒരു സിഗ്നൽ പോകും. പിന്നാലെ നമ്മുടെ അഡ്രീനൽ ഗ്രന്ഥികൾ രക്തത്തിലേക്ക് കോർട്ടിസോൾ പമ്പ് ചെയ്യും. ഇതെല്ലാം കണ്ണിമ ചിമ്മുന്ന വേഗത്തിലാണ് നടക്കുന്നത്. എന്നാൽ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പ്രതികരണം നല്ലതാണ്, പക്ഷേ അത് കുറച്ച് സമയത്തേക്ക് മാത്രം. പ്രശ്നം തുടങ്ങുന്നത് ഈ അലാറം ഒരിക്കലും ഓഫ് ആവാതെ വരുമ്പോഴാണ്. അതായത് ജോലിയുമായി ബന്ധപ്പെട്ട ടെൻഷനോ സാമ്പത്തിക പ്രശ്നങ്ങളോ പോലെ വിട്ടുമാറാത്ത സ്ട്രെസ് വരുമ്പോൾ കോർട്ടിസോൾ എപ്പോഴും ഉയർന്നു തന്നെ നിൽക്കും. അവിടെയാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അപ്പോൾ ഈ കോർട്ടിസോൾ എപ്പോഴും ഹൈ ലെവലിൽ നിന്നാലുള്ള പ്രശ്നം എന്താണെന്നല്ലേ? പലതാണ്. ഒന്നാമതായി, ഇത് നമ്മുടെ വിശപ്പ് കൂട്ടും. വെറുതെ വിശപ്പ് കൂടുകയല്ല, മധുരമുള്ളതും കൊഴുപ്പുള്ളതുമായ കംഫർട്ട് ഫുഡ്സ് കഴിക്കാൻ ഒരു പ്രത്യേക ആർത്തി തോന്നും. എന്നിട്ടോ ഈ കഴിക്കുന്ന അധിക കാലറി നേരെ വയറിനു ചുറ്റും കൊഴുപ്പായി അടിയാൻ ഈ കോർട്ടിസോൾ തന്നെ സഹായിക്കും. പോരാത്തതിന് നമ്മുടെ ഉറക്കത്തെയും ഇത് തടസ്സപ്പെടുത്തും. ഉറക്കം ശരിയായില്ലെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, ഹോർമോണുകളെല്ലാം ആകെ താളം തെറ്റും. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ഈ കളിയിൽ കോർട്ടിസോൾ ഒറ്റയ്ക്കല്ല. തടി കൂട്ടാനുള്ള ഈ ദൗത്യത്തിൽ അതിനൊരു കിടിലൻ കൂട്ടാളിയുണ്ട്. അതെ, കോർട്ടിസോളിന്റെ ആ പാർട്ട്ണർ ഇൻ ക്രൈമിനെ നമുക്ക് പരിചയപ്പെടാം. പേര് ഗ്രലിൻ. നമ്മുടെ വയറ്റിൽ നിന്ന് തലച്ചോറിലേക്ക് എനിക്ക് വിശക്കുന്നു എന്ന് വിളിച്ചു പറയുന്ന സിഗ്നലാണ് ഈ ഹോർമോൺ. ഗ്രേലിന്റെ പ്രധാന ജോലി വളരെ ലളിതമാണ്. നമ്മുടെ വയറ് കാലിയാകുമ്പോൾ അത് തലച്ചോറിലേക്കൊരു മെസ്സേജ് അയക്കും. ഹലോ, ഇവിടെ ഫുഡ് നിറയ്ക്കാനുള്ള സമയമായി എന്ന്. ഇവിടെയാണ് കോർട്ടിസോളും ഗ്രലിനും ഒന്നിക്കുന്നത്. നിങ്ങൾ സ്ഥിരമായി സ്ട്രെസ്സിലാണെങ്കിൽ കോർട്ടിസോൾ കൂടുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ ഉയർന്ന കോർട്ടിസോൾ നേരെ പോയി ഗ്രലിന്റെ ഉൽപ്പാദനവും കൂട്ടും. ഫലമെന്തായിരിക്കും? വിശപ്പ് ഇരട്ടിയാകും. ഇത് വളരെ രസകരമായൊരു കാര്യമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും കഴിച്ചാൽ ഒരു ആശ്വാസം തോന്നാറില്ലേ? അതിന് കാരണക്കാരൻ ഈ ഗ്രലിനാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഗ്രലിൻ തലച്ചോറിന് ഒരുതരം ശാന്തത നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് സ്ട്രെസ്സുള്ളപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് നമുക്കൊരു സുഖം തരുന്നത്. ശരീരം സ്വയം ആശ്വസിക്കാൻ കണ്ടെത്തുന്ന ഒരു മാർഗമാണിത്. ഇപ്പോൾ ചിത്രം വ്യക്തമായില്ലേ? കോർട്ടിസോളും ഗ്രലിനും ഒരു ടീമായി പ്രവർത്തിക്കുമ്പോൾ തടി കൂടാനുള്ള ഒരു പെർഫെക്റ്റ് സാഹചര്യമാണ് അവിടെ ഒരുങ്ങുന്നത്. ഒരാൾ വിശപ്പ് കൂട്ടി നമ്മളെക്കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുന്നു. മറ്റൊരാൾ ആ അധിക ഊർജ്ജത്തെ കൊഴുപ്പായി സ്റ്റോർ ചെയ്യുന്നു. ഒരു ശക്തമായ കൂട്ടുകെട്ട് തന്നെ. ഓക്കെ, ഇതുവരെ നമ്മൾ തടി കൂടുന്നതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. പക്ഷെ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടി കൂടി വേണ്ടേ? ചിലർ സ്ട്രെസ് വരുമ്പോൾ മെലിയുന്നത് എന്തുകൊണ്ടാണ്? ആ രഹസ്യം കൂടി നമുക്ക് നോക്കാം. ഇതിന്റെ ഉത്തരം ഒരൊറ്റ കാര്യത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ് ഏത് തരത്തിലുള്ളതാണ് എന്നതിന്. അതായത്, ഇത് കുറച്ചുകാലത്തേക്ക് മാത്രമുള്ള പെട്ടെന്നുണ്ടാകുന്ന ഒരു സ്ട്രെസ്സാണോ, അതോ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ഒന്നാണോ? കാരണം ശരീരം ഇവ രണ്ടിനോടും പ്രതികരിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഇതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ശ്രദ്ധിച്ചു കേൾക്കണം. ദീർഘകാല സ്ട്രെസ്സിൽ കോർട്ടിസോളും ഗ്രലിനുമാണ് കളിക്കുന്നത്. അത് നമ്മളെക്കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കും. എന്നാൽ പെട്ടെന്നുണ്ടാകുന്ന തീവ്രമായ സ്ട്രെസ്സിൽ, ഒരു പരീക്ഷയ്ക്ക് തൊട്ടുമുൻപോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് തൊട്ടുമുൻപോ ഒക്കെ നമ്മുടെ ശരീരത്തിലെ മറ്റൊരു സിസ്റ്റമാണ് ആക്ടിവേറ്റ് ആവുന്നത്, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ഇത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിന്റെ ഭാഗമാണ്. ആ ഒരു നിമിഷത്തിൽ ദഹനത്തിനൊന്നും ശരീരം പ്രാധാന്യം കൊടുക്കില്ല. കാരണം അതിലും വലിയൊരു പ്രശ്നത്തെയാണ് ശരീരം നേരിടാനൊരുങ്ങുന്നത്. അതുകൊണ്ട് വിശപ്പ് താനേ ഇല്ലാതാവും. ചിലപ്പോൾ ഓക്കാനം പോലെ തോന്നും. ഇതുകൊണ്ടാണ് ആ സമയങ്ങളിൽ പലർക്കും ഒന്നും കഴിക്കാൻ തോന്നാത്തതും താൽക്കാലികമായി ഭാരം കുറയുന്നതും. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഈ ഹോർമോണുകളുടെ കളികളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇതിന്റെ കടിഞ്ഞാണ് നമ്മുടെ കയ്യിലാക്കാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എപ്പോഴും ഓർക്കുക, അറിവാണ് ഏറ്റവും വലിയ ശക്തി. നമ്മുടെ ശരീരം എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് മനസ്സിലാക്കിയാൽ തന്നെ പകുതി പ്രശ്നം തീർന്നു.
എന്തുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് വിശപ്പ് കൂടുന്നത് അല്ലെങ്കിൽ ക്ഷീണം വരുന്നതെന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ അതിനെ നേരിടാനുള്ളൊരു നിയന്ത്രണം നമുക്ക് കിട്ടും. ഇവയെല്ലാം നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇതിനു പിന്നിലെ ശാസ്ത്രം മനസ്സിലാക്കി ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ഫലം കിട്ടും. ആവശ്യത്തിന് ഉറങ്ങുക, ചിട്ടയായി വ്യായാമം ചെയ്യുക, പിന്നെ ധ്യാനം പോലുള്ള റിലാക്സേഷൻ ടെക്നിക്കുകൾ പരിശീലിക്കുക. ഇവയെല്ലാം കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. അതുവഴി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഹോർമോണുകളുടെ ദുഷിച്ച വലയം പൊട്ടിക്കാനും നമുക്ക് സാധിക്കും. ശരി, ഈ വിവരണം ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്കായി ഒരു ചോദ്യം. ഇത്രയും കാര്യങ്ങൾ കേട്ട സ്ഥിതിക്ക് ഒന്നാലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് തരുന്ന സ്ട്രെസ് സിഗ്നൽ ഏതാണ്? അത് അമിതമായ വിശപ്പാണോ, ഉറക്കമില്ലായ്മയാണോ, അതോ മറ്റെന്തെങ്കിലുമാണോ? ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരുപക്ഷെ മാറ്റത്തിലേക്കുള്ള നിങ്ങളുടെ ആദ്യത്തെ ചുവടുവെപ്പായിരിക്കും. നന്ദി.